സിനിമ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് എമ്പുരാനാണ്. നമുക്ക് ഇത്ര ദിവസം എമ്പുരാൻ ഇറങ്ങിയിട്ട് 17 വെട്ടാണ് വെട്ടിയത്. കാരണം എമ്പുരാന്റെ കുറെ തിരുത്തുകൾ ചെയ്തു. കാര്യം പറഞ്ഞാൽ ഗുജറാത്ത് കലാപം തൊട്ട് BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എന്നീ പാർട്ടികൾക്കും അതിൻ്റെ അകത്ത് തൊട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൊത്തിയിരിക്കുന്ന BJP-കാർക്കാണ്, RSPകാർക്കാണ്. 2002 ഒരു കലാപത്തിന്റെയാണ് ഈ ഒരു ഫിലിമിന് ഉണ്ടായ പ്രശ്നം. മുരളിഗോപി ഇതുമായിട്ട് മാപ്പ് കാര്യങ്ങളും പറയത്തില്ല. പൃഥ്വിരാജ്, മോഹൻലാൽ എന്നിവരൊക്കെ തീരുമാനിച്ചാണ് ഈ ഒരു സിനിമ വെട്ടിക്കുറയ്ക്കുന്നത്. ഇപ്പോൾ വിവാദം മാറിയിട്ടില്ല. കാരണം പറഞ്ഞാൽ സിനിമാ സംഘടനയിൽ നിന്ന് ആരും സപ്പോർട്ടിന് വേണ്ടി വന്നില്ല. അതൊരു വാർത്തയായി. അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർമാർ പൊട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സിനിമാ സംഘടന തന്നെ പറഞ്ഞ് എമ്പുരാനും പിന്തുണയായിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമാ മേഖല ഇപ്പൊ തന്നെ മലയാള പടം മേഖല ഇപ്പൊ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പറഞ്ഞാൽ സാമ്പത്തികപരമായി എല്ലാം നോക്കുവാണെങ്കിൽ ഫ്ലോപ്പ് തന്നെയാണ്. കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴും കാശ്മീർ ഫയൽസ് ഇറങ്ങിയപ്പോഴും ഇണ്ടാത്ത ആൾക്കാരാണ് എമ്പുരാൻ ഇറങ്ങിയപ്പോൾ. ഏതായാലും എമ്പുരാന്റെ പുതിയ പതിപ്പ് ഇന്നോട്ടാണ് ഇറങ്ങിയേക്കുന്നത്. പഴയ പതിപ്പ് കാണേണ്ടവരെല്ലാവരും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഇലക്ഷന് വരെ ബാധിക്കും. കാരണം പറഞ്ഞാൽ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മേജർ രവി ആദ്യമേ ആ പടം കവിത തിയേറ്ററിൽ പോയി കണ്ടതാണ്. അന്ന് പറഞ്ഞു ലാലേട്ടൻ വലിയ സംഭവമാണ്, ലാലേട്ടൻ അടിപൊളിയാണ്. കുറച്ച് കഴിയുമ്പോൾ കാരണത്ത് വന്ന് പറഞ്ഞു ഒട്ടും ശരിയായില്ല, കേണൽ പദവി മാറ്റണം, അങ്ങനെ ഇങ്ങനെ രണ്ട് വള്ളത്തിലും കാലിയാട്ടി അവതരിച്ചു. ഏതായാലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നമ്മളെ ഇന്ത്യ ഫുള്ളും പിടിച്ചു കുടിക്കലാണ്. ഇനി ഇടിയും എല്ലാം